ജെറി, താങ്കൾ നാട്ടിൽ എവിടെയാണ്? എവിടെയാണ്? പാലയിലാണ്. അപ്പോൾ ശരിക്കും കേരള കോൺഗ്രസിനെ ജനിച്ച കാലം മുതൽ പരിചയമുള്ള ആളായിരിക്കും. താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ജോസ് കെ മാണി പാലാ നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചാൽ തോൽവി ഉറപ്പിച്ചിരിക്കുന്നയാളാണ്. ജോസ് കെ മാണിയുടെ നില ആ പാർട്ടിയുടെ നില തന്നെ വല്ലാതെ പരിങ്ങലിലാണ്. അവർക്ക് എത്ര സീറ്റ് കിട്ടിയാലും ആ സീറ്റുകൾ മുഴുവൻ പരാജയപ്പെട്ട് അവർ സമ്പൂജിതരായി പോകാൻ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ഒഴിവാക്കണം. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം പി ജെ ജോസഫ് പോലെയുള്ള ആളുകളുടെ സഹായം എങ്ങനെയെങ്കിലും കിട്ടുമോ എന്ന് പരിശ്രമിക്കുന്നതാണ്. അപ്പൊ ജോസ് കെ മാണി കഴിഞ്ഞ തവണയൊക്കെ ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുകയും മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തല്ലേ? അങ്ങനെ അത്രത്തോളം ഒരു ദുർബലമായ അവസ്ഥയിലാണോ ഈ പറയുന്ന ജോസ് കെ മാണി? അല്ലല്ലോ. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് വലിയ വിജയം ഉണ്ടായപ്പോഴും ഏതാണ്ട് 100 സീറ്റിനടുത്ത് നേടി ഇടതുപക്ഷം ഭരണത്തിൽ എത്തിയപ്പോഴും ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ലഭിച്ച 13 സീറ്റുകളിൽ 4-5 സീറ്റുകൾ മാത്രമാണ് ഇവർ ജയിച്ചത്. അപ്പോൾ തന്നെ നമുക്ക് ആ പാർട്ടിയുടെ ജനകീയത മനസ്സിലാവുമല്ലോ. ജോസ് കെ മാണി 15,000 വോട്ടിനാണ് പാലാ നിയോജകത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. ആ പാർട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്. ഇത്തവണ 0 അതിശയിക്കാനില്ല. എങ്ങനെയെങ്കിലും ജോസ് കെ മാണിക്ക് രാഷ്ട്രീയത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ പി ജെ ജോസഫിന്റെ സഹായമില്ലാതെ സാധിക്കില്ല. പി ജെ ജോസഫിന് അങ്ങനെ ഒരു ചെറിയ ഒരു പാർട്ടിയാണ്. പക്ഷേ ജോസ് കെ മാണിയെ സംബന്ധിച്ച് പി ജെ ജോസഫിന്റെ പാർട്ടി അത്രത്തോളം പ്രധാനമാണോ? പാലാ നിയോജകമണ്ഡലത്തിൽ കൂടുതൽ ജനപ്രതിനിധികളുള്ളത് പി ജെ ജോസഫിന്റെ പാർട്ടിക്കാണ്. 30-ലധികം ജനപ്രതിനിധികളെ ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചിട്ടുണ്ട് ജോസഫ് ഗ്രൂപ്പ് മാത്രം. അതിലും വളരെ കുറവാണ് മാണി ഗ്രൂപ്പിന്റെ വർത്തിക്കാനായ പാലായിൽ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക്. അപ്പം പി ജെ ജോസഫിന്റെ സഹായം ഇല്ലാതെ അവിടെ ജയിക്കാൻ പറ്റില്ല. പി ജെ ജോസഫ് ആരെ പിന്തുണയ്ക്കുന്നോ അവരായിരിക്കും ഇത്തവണ പാലാ നിയോജകമണ്ഡലത്തിൽ ജയിക്കുക എംഎൽഎ ആകുന്നു. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ജെറിയാണ് UK നിന്ന് സംസാരിച്ചത്. പ്രകാശാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ പ്രകാശ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പറഞ്ഞോളൂ. ശരി, ശ്രീ ഫ്രാൻസിസ് ആണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ഫ്രാൻസിസ്, താങ്കൾ എങ്ങനെയാണ് ഈ ജോസ് പോൾ ജോസഫിനെ ക്ഷണിക്കുന്നതിനെ കാണുന്നത്? ആത്മഹത്യാപരം, അവന് ഒരു നിലനിൽപ്പില്ല. കാപ്പൻ ആത്മഹത്യാപരം, കാപ്പൻ മത്സരിച്ച് ജയിക്കും. അതുകൊണ്ട് ജോസഫിനെ കൂടി കൂട്ടുപിടിച്ചാൽ ഒരു പക്ഷേ ജയിച്ചേക്കാം. അപ്പൊ അതിനുവേണ്ടിയാണോ ഇപ്പോൾ ജോസഫിനെ ക്ഷണിക്കുന്നത്? സംശയം എന്ത്? ഇപ്പൊ ത്രൈവ് ചെയ്യുന്ന പാർട്ടിയാണ് ജോസഫ് ഗ്രൂപ്പ്. അവൻ മറ്റവൻ താഴേക്ക് ഇറങ്ങുന്നു, ഇവൻ മുകളിലേക്ക് കയറുന്നു ജോസഫ്. അപ്പോ സ്വാഭാവികമായിട്ടും വിളിക്കില്ലേ അവരെ? ഇനി തന്നെയല്ല, ഒരു പക്ഷേ മറ്റേ ഇടുക്കി MLA അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. റോഷി അഗസ്റ്റിനും മറ്റവൻ തങ്കരാജും വേറൊരുത്തിനും അങ്ങോട്ട് പോകും. ജോസിക്ക് പോകും. ഇവനും ജോസഫ് ചാഴിക്കാരനും വേറൊരു MLA മാത്രം ഒപ്പം ഉണ്ടാവും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈ പാലയിൽ എങ്ങനെയും ജയിക്കാൻ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുക എന്നുള്ളൊരു നിലപാടിന്റെ ഭാഗമാണോ ഈ ജോസ് കെ മാണി ജോസഫിനെ LDFലേക്ക് ക്ഷണിച്ചത്? ഹലോ, നമസ്കാരം കിരൺ സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ സാറേ. ഇതിന്റെ ഒരു പ്രത്യേക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഈ കഴിഞ്ഞ രണ്ടാമത്തെ ഭരണം ഇപ്പൊ LDF ആണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പ്രത്യേക ഒരു കാരണമുണ്ട്. അത് ജോസ് കെ മാണി കയറിയതിന് ശേഷം കിട്ടുകയാണെന്ന് നമ്മളെല്ലാം ചിന്തിക്കും. പക്ഷെ ഒരിക്കലുമല്ല. ഓർത്തഡോക്സും പാത്രികേസും തമ്മിൽ ഒരു ഭിന്നതയുണ്ടായി. സുപ്രീം കോടതി ഓർത്തഡോക്സിന് അനുകൂലമായി വിധി വന്നപ്പോൾ ഈ യാക്കോബ സഭയിലുള്ള ആൾക്കാര് പിന്നെങ്കിൽ വോട്ട് ചോർന്നുപോയി. അതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത കാരണം. ഇനിയിപ്പോൾ അടുത്ത ഭരണം കോൺഗ്രസിനാണ് കിട്ടാൻ പോകുന്നത്. അതെന്തായാലും ദയനീയമായ പരാജയമാണ് പാലായി ജോസ് കെ മാണിക്ക് കിട്ടാൻ പോകുന്നത്. അതിനൊരു ക്ഷീണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രിയിലെങ്ങാണ്ട് സ്വപ്നം കണ്ടു കാണുമായിരിക്കാം. ജോസഫിനെ ഒന്ന് വിളിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മന്ത്രി സ്ഥാനം കിട്ടും എന്നുള്ള ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. ഒരു കാരണവശാലും ജോസ് കെ മാണിക്ക് പാലായി എന്നല്ല ഒരു ജില്ലയിലും ഒരു വിലയുമില്ലായിരിക്കുകയാണ്. സ്വന്തം വീട്ടുകാർ പോലും വോട്ട് കൊടുക്കുന്നത് കോൺഗ്രസിനാണ്. അദ്ദേഹത്തിനോട് ആരും നിൽക്കുന്നില്ലല്ലോ.
ആ നാട്ടുകാർ അങ്ങനെ പറയാൻ കഴിയുമോ ഷാജി? കഴിഞ്ഞ തവണയൊക്കെ വലിയ വിജയം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ നീക്കം അത് ഫലപ്രദമായിരുന്നു, ഗുണകരമായിരുന്നു എന്നത് തെളിഞ്ഞതല്ലേ? സാറേ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നല്ലോ, 5 ഉപതെരഞ്ഞെടുപ്പ് വന്നല്ലോ. ജോസ് കെ മാണിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയോ? ഞാൻ മുമ്പ് പറഞ്ഞൊരു സംഭവമാണ് ഇതിന്റെ പ്രത്യേകിച്ചൊരു കാരണം. അതായത് സഭകൾ തമ്മിലുള്ള അഭിപ്രായ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അത് യാക്കോബ സഭക്കാര് LDFന് കയറ്റാൻ വേണ്ടിയിട്ടിട്ട് അവരെ വിട്ടതാ. അവര് പിന്നെ ഓർത്തഡോക്സ് സഭയ്ക്ക് എതിരാണ് നിന്നത്. സുപ്രീം കോടതിക്ക് അനുകൂലമായ വിധി കൊടുത്തിട്ട് പോലും അവര് യാക്കോബ സഭയ്ക്ക് കൂടെ നിന്നു. ആ ഒരു കാരണം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ, ആ സഭയുടെ ആൾക്കാർ മൊത്തം LDFന് വോട്ട് കൊടുത്തതേ ഉള്ളൂ. അല്ലാതെ കൊണ്ട് ജോസ് കെ മാണി കയറിയിട്ട് കോൺഗ്രസ് തോറ്റുപോയതൊന്നുമല്ല. അല്ലെങ്കിൽ ഈ തവണത്തെ ഭരണം കണ്ടോ? യാതൊരു സംശയം വേണ്ട. ശരി, ഷാജിയുടെ അഭിപ്രായം അങ്ങനെയാണ്. അങ്ങനെ ആ ഒരു സഭയ്ക്ക് അത്രത്തോളം ഒരു മുന്നണിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള വോട്ടുണ്ടോ? അത്രയും ആ സഭക്കാരെല്ലാം ആ സഭയുടെ തീരുമാനാനുസരണം വോട്ട് ചെയ്യുമോ? അങ്ങനെ ചെയ്താൽ പോലും അത്രയുള്ള വോട്ടുണ്ടോ എന്നുള്ള കണക്കുകളൊക്കെ എടുക്കുമ്പോൾ അത് ലോജിക്കലായി അത്രത്തോളം ശരിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ റഫീഖാണ് എറണാകുളത്ത് നിന്നും. ശ്രീ റഫീഖ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തിനാണ് ജോസഫിനെ വിളിച്ചത്? ജോസ് വിളിച്ചാൽ ചതിക്കാൻ തന്നെയാണ്. ഇവിടെ 6 സീറ്റായാലും 7 സീറ്റായാലും അത് ഐക്യജനാധിപത്യ മുന്നണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3-4 MLA എങ്കിലും ഈ ജോസഫ് ഗ്രൂപ്പിൽ ഉണ്ടാവും. തിരിച്ച് ഇടതുപക്ഷ അമ്പെ പരാജയപ്പെട്ടിരിക്കണ ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തേക്ക് ഈ ജോസഫ് ഗ്രൂപ്പ് ഇപ്പൊ ചെന്നാൽ ജോസിന് കുറച്ച് വോട്ട് ഇവരെയും കൂടി കിട്ടി രക്ഷപ്പെടാം എന്നുള്ള വിചാരമല്ലാണ്ട് ഇതിലൊന്നും നടക്കാൻ പോണില്ല. 2 കൂട്ടരും പരാജയപ്പെട്ടു. അതേസമയത്ത് UDFന്റെ കൂടെ തന്നെ നിന്നാൽ 3-4 സീറ്റ് നേടിയ വളരെ 3-4 സീറ്റെങ്കിലും ഈ ജോസഫ് ഗ്രൂപ്പിന് കിട്ടും. ഇല്ലെങ്കിൽ തീർത്തും അവർ പരാജയപ്പെട്ടു പോകും. അങ്ങനത്തെ ഒരു ആത്മഹത്യപരമായ ഒരു തീരുമാനം ജോസഫ് ഗ്രൂപ്പ് ഈ രാഷ്ട്രീയ ചാണക്യനായ 81 വയസ്സുള്ള 84 വയസ്സുള്ള അദ്ദേഹം എടുക്കുമെന്ന് തോന്നുന്നില്ല. ശരി, ശ്രീരാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീരാജൻ, ഈ ജോസ് എന്തിനാണ് ഇപ്പോൾ ജോസഫിനെ വിളിച്ചത്? കൊല്ലാനാണോ വളർത്താനാണോ? ഒരു രക്ഷയില്ലാതെ റോഡിൽ നിൽക്കുന്ന കണ്ടപ്പോ വിളിച്ചതാ സാറേ. അല്ലാതെ ഇപ്പം ജോസ് അങ്ങോട്ട് ചെന്ന് വിളിച്ചതല്ലോ. 10 സീറ്റില് മത്സരിച്ചുകൊണ്ടിരുന്ന ജോസഫിന് ഇപ്പം 6 സീറ്റ് 5 സീറ്റേ കൊടുക്കുവോ, ഒരെണ്ണം കൂടെ വേണേ തരാമെന്ന് പറഞ്ഞേ ഉള്ളൂ. എന്നിട്ട് ജോസഫിന്റെ മോനും ഇപ്പം മത്സരിക്കണം. എന്നിട്ട് ഈ കോൺഗ്രസിന്റെ കനകോലു പിന്നെ രഹസ്യ സർവേ നടത്തിയപ്പം ജോസഫ് ഗ്രൂപ്പിന്റെ ഒരാൾ മാത്രം, ആ മോൻ ജോസഫ് മാത്രം ജയിക്കുമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് കോൺഗ്രസ് സീറ്റ് കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ വന്നപ്പം ജോസഫ് തന്നെയാ പറഞ്ഞു ഞങ്ങള് UDF വിടേണ്ട വരുമെന്ന്. ആ വിടേണ്ട വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ജോസ് പറഞ്ഞത്. അല്ല, ജോസിന് ജയിക്കാനാണ് ഓരോരുത്തരെ എന്തെല്ലാം അടിച്ചു വിടുന്നത്. ജോസിന് ജയിക്കാനാണ്. രാജൻ, ഞങ്ങൾ UDF വിടുമെന്ന് ജോസഫ് എവിടെയാണ് പറഞ്ഞത്? ആ വിടേണ്ടി വരുമെന്നാ പറഞ്ഞത്. ഞാൻ ആ അടുത്ത കാലത്തൊന്നും അങ്ങനെ മാതൃഭൂമി ന്യൂസിൽ പറഞ്ഞു, ഞങ്ങൾക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തുടരുന്ന കാര്യം ആലോചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ശ്രീരാജൻ, അങ്ങനെ ഒരു പരസ്യ പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ല. നടത്തിയിട്ടുണ്ട് സാറേ. മാതൃഭൂമി വന്നാണ്. പിന്നെ ഞങ്ങൾക്ക് സീറ്റ് ഞങ്ങളുടെ വെട്ടി കുറച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് വിടേണ്ടി വരുമെന്ന് അങ്ങേര് പറഞ്ഞത്. അതുകൊണ്ടാണ് ജോസ് വിളിച്ചത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. എന്തായാലും അങ്ങനെ ഒരു പ്രസ്താവന ഞാൻ എൻ്റെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.